ഹായ്, ഡോക്ടർ റോബിൻ ലക്ഷ്മി ഇഷ്യൂ. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ ഡോക്ടർ റോബിന്റെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ ഡോക്ടർ റോബിന്റെ ഭാഗത്താണ് ശരി എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എനിക്ക് പൂർണ്ണമായിട്ടും അറിയില്ലായിരുന്നു ഡോക്ടർ റോബിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളൊരു കാര്യം. പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ആ പ്രസ് മീറ്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നി. അതിന് കാരണവുമുണ്ട്. കാരണം പണമാണ് അവരുടെ വിഷയമെങ്കിൽ അവര് അതിനുവേണ്ടിയാണ് ശ്രമിക്കുക. ഇവിടെ ഡോക്ടർ റോബിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പോ ഡോക്ടർ റോബിന്റെ പ്രസ് മീറ്റിന് മറുപടിയായി ലക്ഷ്മി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മിക്ക ആൾക്കാരും അത് കണ്ടു കാണും. ആ വീഡിയോ കണ്ടപ്പോൾ കൃത്യമായി മനസ്സിലായി എന്താണ് വിഷയം എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്കും മനസ്സിലാവും. ശ്രദ്ധിച്ച് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലക്ഷ്മി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ടീം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്നും മനസ്സിലാവും. ആ വീഡിയോ നമ്മൾക്ക് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോ വീഡിയോയിലേക്ക് പോകാം. എവിടെ വീഡിയോ? എവിടെ? അപ്പോ വീഡിയോ കാണാം. ഓക്കെ, അപ്പോ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവര് ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എൻ്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ബൈ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. വലിയ തിരക്കുള്ള വ്യക്തിയാ റോബിൻ പറ്റിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ശ്രദ്ധിച്ചു കാണണേ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. എന്താ പറയാ? ഓക്കെ, അപ്പോ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ വീഡിയോ കണ്ടപ്പോൾ? ഈ വീഡിയോ വേദലക്ഷ്മി ഇടുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഇന്നലെ കേട്ടു. അതായത് ഇന്നത്തെ റോബിന്റെ പ്രസ് മീറ്റിൽ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ 90,000 വീഡിയോയെ കുറിച്ച്. അപ്പൊ ഡോക്ടർ റോബിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞാനും അയാളും മാത്രം അറിയുന്ന ആ വീഡിയോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആ 90,000 വീഡിയോ ആണ് ഇപ്പോ വേദലക്ഷ്മി ഇട്ടിരിക്കുന്നത്. ഇത് വേദലക്ഷ്മിയുടെ ഫോണിൽ വന്ന വീഡിയോ അല്ല, വേറൊരാളുടെ ഫോണിൽ വന്ന വീഡിയോ ആണ്. പിന്നെ ഡോക്ടർ റോബിൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ കൊണ്ട് അവർ വീഡിയോ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം. അത് സത്യമാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ഡോക്ടർ റോബിൻ 90,000 രൂപ കടം ചോദിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അല്ലെ? കടം ചോദിക്കുന്നത് അത്ര വലിയ തെറ്റാണ്. പിന്നെ ഡോക്ടർ റോബിൻ പറഞ്ഞൊരു കാര്യം, എന്നോട് വീഡിയോ അവർ ആവശ്യപ്പെട്ടതാണ്, വീഡിയോ ചെയ്യിപ്പിച്ചതാണ് എന്ന്. അത് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഡോക്ടർ റോബിൻ എന്താണ് ആദ്യം പറയുന്നത്? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഡേറ്റ് ഇതാണ്, മാസം ഇതാണ്. ഇങ്ങനെയാണോ ഒരാളോട് കടം ചോദിക്കുന്നത്? ഡോക്ടർ റോബിൻ ഒരാളോട് പൈസ കടം ചോദിക്കുന്നത് എങ്ങനെയാണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അവർ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാറ്റ് ഹിസ്റ്ററി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.
അപ്പൊ ആ വ്യക്തിയോട് കടം ചോദിക്കുന്നത് ഇങ്ങനെയാണോ? ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്, ഇത് ഇന്ന മാസമാണ്, ഇന്ന ദിവസമാണ്, എനിക്ക് 90,000 രൂപ കടം തരുമോ, ഞാൻ ഇന്ന സമയത്ത് തിരിച്ചു തരാം, അങ്ങനെയാണോ കടം ചോദിക്കുന്നത്? ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ, അതായത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇത് ചെയ്യിപ്പിച്ചതാണ് എന്ന്. ബുദ്ധിയുള്ള ഓരോ വ്യക്തികൾക്കും അത് മനസ്സിലാവും. കൃത്യമായി ഡോക്ടർ റോബിനോട് അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. 90,000 രൂപ വേണം, ഇന്ന സമയത്ത് തരാം എന്ന് പറഞ്ഞ് ഡേറ്റ് ഉൾപ്പെടെ അവര് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്ന് വ്യക്തമാണ്. അപ്പൊ ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യം ശരിയാണ്, ഇത് ഡോക്ടർ റോബിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെയാണ്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഡോക്ടർ റോബിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 8 വിജയായി വരാൻ ആശംസിക്കുന്നു എന്ന്. അപ്പോ മറ്റേ പുള്ളി, ലക്ഷ്മിയുടെ കൂടെയുള്ള ആ പുള്ളി ബിഗ് ബോസ് സീസൺ 8ലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് സീസൺ 7ൽ ലക്ഷ്മി വരാൻ വേണ്ടി, ലക്ഷ്മിക്ക് കയറാൻ വേണ്ടി ഡോക്ടർ റോബിനെ ലക്ഷ്മിയും ഈ പറയുന്ന പുള്ളിയും കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയം എന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞിരുന്നു. സീസൺ 7ൽ ലക്ഷ്മി കയറുകയും ചെയ്തു. ഇപ്പോ സീസൺ 8ൽ ഈ പുള്ളി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കാം ഒരു പക്ഷേ ഇത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ റോബിനെ കൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യിപ്പിച്ചു, ഡോക്ടർ റോബിനെ കള്ളനാക്കി മാറ്റുന്നു. അതായത് ഡോക്ടർ റോബിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന പുലിക്കുട്ടി എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പുള്ളിയുടെ ലക്ഷ്യം. കാരണം സീസൺ 8 തുടങ്ങാൻ പോവാണ്. ഒരുപക്ഷെ ഇയാൾ വരികയാണെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ഇവരുടെ ലക്ഷ്യം. അതിന് ലക്ഷ്മിയും കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്മി രാവണ യുദ്ധം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ റോബിന്റെ പ്രേക്ഷകരെ പറ്റിക്കൽ എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന വീഡിയോയിൽ ശരിക്കും പെട്ടതാരാണ്? ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മിയുടെ ഉടായ്പാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഡോക്ടർ റോബിൻ എന്താണോ ഇന്നലെ പറഞ്ഞത്, അതായത് എന്നെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളൊരു കാര്യം, അതിൽ വ്യക്തമാണ്. അതെടുത്ത് വെച്ചിട്ടാണ് ലക്ഷ്മി നമ്മളെ കാണിച്ചു തരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഡേറ്റ് ഇതാണ്, ഇന്ന മാസമാണ്, എനിക്കൊരു 90,000 രൂപ കടം വേണം, ഞാൻ ഇന്ന സമയത്ത് തിരിച്ചു തരാം. ഇങ്ങനെയാണോ ഒരാൾ കടം ചോദിക്കുക? ആ വീഡിയോ എടുത്തു വെച്ചത് തന്നെ ഡോക്ടർ റോബിനെ നാട്ടിക്കാൻ വേണ്ടിയാണ് എന്ന് ഉറപ്പാണ്. ഇവര് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ സംഭവം. അത് കൃത്യമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ടന്മാരായിട്ടുള്ള പല ആൾക്കാരും അത് ശരിയാണ്, റോബിൻ കള്ളനാണ് എന്ന തരത്തിൽ വിചാരിക്കും. റോബിന് പല കാര്യത്തിലും വിഡ്ഢിത്തം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ടീംസിനെയൊക്കെ കൂടെ കൂട്ടുമോ? മുൻപ് വേറെ കുറെ ടീമായിരുന്നു, ഇപ്പോ ഈ വക ടീംസ് എല്ലാവരും മൊത്തത്തിൽ തേച്ച് വെച്ചിട്ടുണ്ട്. റോബിനെ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരാളെയും വിശ്വസിക്കരുത്. ഇത്തരം ആൾക്കാർ വന്ന് റോബിൻ കള്ളനാണ് എന്ന് വരുത്തി തീർത്ത് അത് പല പ്രേക്ഷകരും വിശ്വസിച്ച്, അതായത് നിങ്ങൾ ശരി ചെയ്താലും തെറ്റായിട്ട് മാറും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇനിയെങ്കിലും ഡോക്ടർ റോബിൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം ആൾക്കാരെ ഒഴിവാക്കി വിടുക. അപ്പൊ എന്തായാലും ലക്ഷ്മി കൊള്ളാം. ലക്ഷ്മിയുടെ വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഡോക്ടർ റോബിൻ ഇന്നസെന്റ് ആണ്. ലക്ഷ്മി കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല ഗംഭീര വീഡിയോ. അപ്പൊ സീസൺ 8ലേക്ക് പോകാനുള്ള ശ്രമമാണല്ലേ? കൊള്ളാം, പരിപാടിയൊക്കെ കൊള്ളാം. പ്രേക്ഷകരെ പറ്റിച്ച് ഹീറോ ആവാനുള്ള പരിപാടിയാ. എന്തായാലും ലക്ഷ്മിയുടെ സീസൺ 7ലെ പ്രകടനം ഇവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.